ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു മുറി പപ്പായയിൽ കുറച്ചൊന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഒരു പപ്പായ ഉണ്ടായിരുന്നു, പകുതി മുറിച്ച് ഞാൻ വേറൊരാളിന് കൊടുത്തു, അതിൻ്റെ പകുതിയാണ് ഞാനൊരു മെഴുക്ക് പുരട്ടിയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അതിന് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കനത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ ഉരുളക്കിഴങ്ങൊക്കെ മെഴുക്ക് പുരട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയാണ് പപ്പായ. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ ഞാനൊന്ന് എടുത്തിട്ട് വരട്ടെ. ഇനി ഞാൻ അതിൽ ചേർക്കാനായിട്ട് 3 വറ്റൽ മുളകൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് സവാളയോ ചെറിയ ഉള്ളിയാണ് ഒരു 4-5 എണ്ണം, കുറച്ച് നട്ട്സും കൂടെ. നട്ട്സ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ നട്ട്സ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത്രയും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് ഞാൻ അടിച്ചു കൊണ്ടുവരട്ടെ. ഞാനിതെല്ലാം കൂടെ ചേർത്ത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടയോ എന്താണെന്നുള്ളത് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, ഞാനൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് കടുകിടേനെ എണ്ണ ഒഴിച്ചു. കുറച്ച് കടുകിടേനെ ഒന്ന് പൊട്ടട്ടെ. കടുക് നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഞാനൊന്ന് ഇടുവാണേ. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന ആ പപ്പായ എടുത്ത് ഇടും. അതിൻ്റെ കൂടെ തന്നെ അല്പം ഉപ്പും കൂടെ ചേർക്കുവാണേ. അതൊന്ന് വേകാൻ വേണ്ടി ഒരു 2 മിനിറ്റ് സമയം വേണം. അത് നമുക്കൊന്ന് അടച്ചിടാവേ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നല്ലവണ്ണം ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ പപ്പായ നല്ല വാടി വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ ചതച്ച് വച്ചിരുന്ന ഈ കൂട്ടെല്ലാം കൂടെ നമ്മൾ അതിലോട്ട് ഇടുവാണേ. ഇതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ. നമുക്ക് 2 മിനിറ്റ് കൂടെ അടച്ചിടാം. ഓക്കെ, 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. നല്ലവണ്ണം പപ്പായയൊക്കെ ഏകദേശം വെന്ത് റെഡിയാവാറായിട്ടുണ്ട്. ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരല്പം കുരുമുളക്, ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, മെഴുക്ക് പുരട്ടി എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. അടിപൊളി മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ഊണിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ വേണമെങ്കിലും നമുക്ക് ഇത് ഒരു കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.